ഹലോ ഗായ്സ്, എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്. പിന്നെ ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോകാനായിട്ടിരിക്കുകയാണ്. അപ്പം മരുന്ന് വാങ്ങാൻ പോകണം, നേവൽ ബേസിൽ പോകണം. അവിടെയാണ് സഞ്ജീവനിയിലാണ് ഞാൻ ഡോക്ടറെ കാണുന്നത്. അപ്പോൾ ഇതിനിടയിലാണ് എനിക്കൊരു വീഡിയോ ചെയ്യാൻ തോന്നിയത്. മറ്റൊന്നുമല്ല, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു വ്യാജ സന്ദേശം പരത്തി വെള്ളം കുടിക്കരുത്, വെള്ളം കുടിച്ചാൽ നമ്മുടെ ഞരമ്പ്, തൊണ്ടയുടെ കഴുത്തിൻ്റെ അവിടെയുള്ള ഞരമ്പ് പൊട്ടി വെള്ളം കുടിക്കരുത്, തണുത്ത വെള്ളം കുടിക്കരുതെന്നൊരു വ്യാജ സന്ദേശം ഒരു സ്ത്രീ പരത്തി. പക്ഷേ ഗൈസ്, നമ്മൾ ശരിക്കും തണുത്ത വെള്ളം പുറത്തിറങ്ങിയാൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളം ദാഹം ഉണ്ടാവുകയും അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കും അല്ലേ. ആ വെള്ളം കുടിക്കുമ്പോഴാണ് നമുക്കൊരു ക്ഷീണത്തിന് മാറ്റം കിട്ടുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യാജ സന്ദേശത്തിലൊന്നും ആരും പെട്ടുപോകരുത്. നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഈ ചൂട് സമയത്ത് ശരിക്കും ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതുന്നതാണ് നല്ലത്. അങ്ങനെ വെള്ളം കുടിക്കുമ്പോഴാണ് നമുക്കൊരു ക്ഷീണത്തിന് കുറവ് തന്നെ കിട്ടുന്നത്. അതുപോലെ കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ഭക്ഷണത്തെക്കാളും ഇഷ്ടം ജ്യൂസ് അങ്ങനെയുള്ള എന്തെങ്കിലും പാനീയങ്ങളാണ്. അപ്പോൾ അതൊന്നും കേട്ടിട്ട് ആരും അതൊന്നും അനുകരിക്കാൻ ശ്രമിക്കരുത്. മിക്ക ആളുകളും ഇപ്പോൾ അറിവില്ലാത്ത ചില ആളുകൾ അത് ശരിയാണെന്ന് വിശ്വസിച്ചിട്ട് അയ്യോ തണുത്ത വെള്ളം കുടിക്കില്ല, വെള്ളം ഞാൻ കുടിക്കുന്നേ ഇല്ല എന്ന് പറയുന്നു. പക്ഷെ അതല്ല ഗൈസ്, ഇങ്ങനെയുള്ള വ്യാജ സന്ദേശങ്ങൾ പരത്തുന്നതിനെതിരെ ശരിക്കും നടപടി എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ മനുഷ്യരിൽ അടിച്ചേൽപ്പിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ ഒത്തിരി ചുമയോ അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ, ഇപ്പോൾ പനി വന്നാൽ പോലും ഡോക്ടർ പറയുന്നത് തണുത്ത വെള്ളത്തിൽ കുട്ടിയെ കുളിപ്പിക്കണമെന്നാണ്. അപ്പോൾ അല്ലെങ്കിൽ വെള്ളം മുക്കി നന്നായിട്ട് തുടപ്പിക്കണം, ആ ടെമ്പറേച്ചറിൻ്റെ അളവ് കുറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള ആളുകൾ തണുത്ത വെള്ളം കുടിക്കരുത്. തണുത്ത സാധനങ്ങൾ കഴിച്ചാൽ ശ്വാസം മുട്ടൽ കൂടും. അല്ലാതെ നമ്മൾ ഇപ്പോൾ സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ, ഇപ്പോൾ ഡ്രൈവർമാർ അല്ലെങ്കിൽ നമ്മുടെ ബസ് നമ്മളെ എവിടെയും കൊണ്ടുപോകുന്ന നമ്മുടെ ബസ് അതിലോടിക്കുന്ന ഡ്രൈവർമാർ, അതുപോലെ നമ്മുടെ മക്കൾ എല്ലാവരും യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു കുപ്പി വെള്ളം കൊടുത്തുവിടാൻ മറക്കരുത് ഗൈസ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഹായ്.